എൻ്റെ പേര് ആനി. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ അധ്യാപികയാണ്. ഒരു കുഞ്ഞു കുട്ടികളുടെ അധ്യാപികയാകുക എന്നുള്ളത് എൻ്റെ ആഗ്രഹവും സ്വപ്നമൊക്കെ ആയിരുന്നു. അതിപ്പോൾ എനിക്ക് സഫലമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ മകളെ ഒരു സ്കൂളിൽ ചേർക്കുന്നൊരു സമയം വന്ന സമയത്താണ് ഞാൻ മോണ്ടിസോറി എന്ന ഒരു വേർഡിനെ പറ്റി അറിയുന്നതും അപ്പോഴാണ് ഞാൻ എൻട്രി എലവേറ്റ് മോണ്ടിസോറി കോഴ്സിനെ പറ്റി അറിയുന്നത്. വീട്ടിൽ നിന്ന് പലരും ചോദിച്ചായിരുന്നു, ഓൺലൈൻ വഴി പഠിക്കുന്നതിന് വാല്യൂ ഉണ്ടാകുമോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ അതിൻ്റെ ആ ഒരു ഗുണം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ പേര് ആനി. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ എൻട്രിയിൽ PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി കോഴ്സ് ചെയ്യുകയുണ്ടായി. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ അധ്യാപികയാണ്. ഒരു കുഞ്ഞു കുട്ടികളുടെ അധ്യാപികയാകുക എന്നുള്ളത് എൻ്റെ വളരെയധികം ഒരു ആഗ്രഹവും സ്വപ്നമൊക്കെ ആയിരുന്നു. അതിപ്പോൾ എനിക്ക് സഫലമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അമ്മ ഒരു പ്രീ സ്കൂൾ ടീച്ചറാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിലെ പ്രീ സ്കൂൾ അധ്യാപികയാണ്. 25 വർഷം കൊണ്ട് അമ്മ ടീച്ചറാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ അമ്മ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും അതുപോലെ സ്കൂളിലെ ആനുവൽ ഡേക്ക് വരുന്ന സമയത്ത് അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്നും അവരെങ്ങനെ നോക്കണമെന്നൊക്കെ എനിക്കൊരു ചെറിയൊരു ഐഡിയ കുഞ്ഞിലേ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മകളെ ഒരു സ്കൂളിൽ ചേർക്കുന്നൊരു സമയം വന്ന സമയത്താണ് ഞാൻ മോണ്ടിസോറി എന്ന ഒരു വേർഡിനെ പറ്റി അറിയുന്നതും. അങ്ങനെ എൻ്റെ സിസ്റ്റർ വഴിയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ഈ മോണ്ടിസോറി എന്ന് അറിയാൻ, അല്ലെങ്കിൽ ഈ മോണ്ടിസോറി പഠനം എന്താണെന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ടാവുകയും ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെ രീതികളും പഠന മെറ്റീരിയൽസൊക്കെ കാണുകയും അതിലെനിക്കൊരു കൗതുകം ഉണ്ടാവുകയും അതെന്താണെന്ന് അറിയണമെന്ന് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായി. അപ്പോഴാണ് ഞാൻ എൻട്രി എലവേറ്റ് മോണ്ടിസോറി കോഴ്സിനെ പറ്റി അറിയുന്നത്. തുടർന്ന് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുകയും പിന്നെ അവരെനിക്ക് ഡീറ്റെയിൽസും ആ സമയത്ത് ഒരുപാട് ഓഫറൊക്കെ ഉള്ള സമയമായിരുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യാനും തുടർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ കോഴ്സുകൾ കണ്ടിന്യൂ ചെയ്യാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഈ മോണ്ടിസോറി കോഴ്സിൽ ചേരുന്ന എല്ലാ സ്റ്റുഡൻസും പൊതുവേ അമ്മമാരും അതുപോലെ വിവാഹം കഴിഞ്ഞവരുമാണ്. അപ്പോൾ എല്ലാവർക്കും പരിമിതികൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഓൺലൈൻ ചൂസ് ചെയ്തത്. എങ്കിലും വീട്ടിൽ നിന്ന് പലരും ചോദിച്ചായിരുന്നു, ഓൺലൈൻ വഴി പഠിക്കുന്നതിന് വാല്യൂ ഉണ്ടാകുമോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ അതിൻ്റെ ആ ഒരു ഗുണം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓഫ്ലൈനിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അറ്റൻഷനേക്കാളും ഓൺലൈനിൽ ഓരോ മെൻറ്റേഴ്സും നമുക്ക് നമ്മുടെ ഇപ്പോൾ നമുക്ക് അവരൊക്കെ പേഴ്സണലായിട്ട് നമുക്ക് വാട്സപ്പിൽ സംസാരിക്കാം. അപ്പോൾ അവരോടെല്ലാം നമ്മൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അവർ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് തരുകയും അതുപോലെ തന്നെ നമുക്കിതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ ക്ലാസ്സസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ലൈവ് സെഷൻസിൻ്റെയും റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പൊതുവേ ഈ കുഞ്ഞുമക്കളുള്ള അമ്മമാർക്ക് കറക്റ്റ് സമയത്ത് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അഥവാ ക്ലാസ്സിൽ കയറിയാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും ഒന്നുപോലും വിട്ടുപോകാതെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ PG കോഴ്സാണ് എടുത്തത്. അപ്പോൾ ഡിപ്ലോമ എനിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലോമ വരെയുള്ളത് കഴിഞ്ഞു. ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു. റിട്ടൺ എക്സാം എല്ലാം കഴിഞ്ഞു. അതിന് റിസൾട്ട് വന്നായിരുന്നു. എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ PG കോഴ്സിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റെക്കോർഡിങ്സിൻ്റെ ഒരു പരിമിതി ഉള്ളത്. കാരണം അത് PG ആണ്. അപ്പോൾ PGക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഓൺലൈൻ വഴിയിലും അതിനും അതിൻ്റേതായ വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് PGയുടെ ക്ലാസ്സും തരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ നമുക്ക് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. എങ്കിലും വിട്ടുപോയ ക്ലാസ്സുകൾ അവർ വീണ്ടും ഒരു ലൈവ് സെഷനിലൂടെ തന്നെ റെക്കോർഡിങ്സ് ഇല്ലെങ്കിലും ഒട്ടും പറ്റാതെ നമ്മൾ ഒരവസ്ഥയിലാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരോട് ഇൻഫോം ചെയ്താൽ ലാസ്റ്റ് വിട്ടുപോയ സെഷൻസ് അവർ വീണ്ടും എടുത്തു തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. മോണ്ടിസോറി രീതിയിലെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഇറ്റലി ഫിസിഷ്യനായ മറിയ മോണ്ടിസോറി കൊണ്ടുവന്ന ഒരു പഠന രീതിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ വളരെയധികം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലാണ് കുട്ടികളെ ഒരിടത്ത് അടക്കി ഇരുത്തി അവരുടെ അതായത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കളികളിലൂടെ പഠിക്കുന്നവരാണ്. പലതും എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ചുറ്റുപാടുമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പഠിക്കുന്നവരാണ്. അതിൽ താല്പര്യമുള്ളവരാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ട്രഡീഷണൽ വേ ഓഫ് മെത്തേഡിൽ നമ്മുടെ വലിയ കുട്ടികളെ സമീപിക്കുന്ന പോലെ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ പഠിത്തത്തെ വെറുക്കാനും മടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ അവർ കൂടുതലും ഫോൺ യൂസ് ചെയ്യുന്നതിലും കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നതിലൊക്കെ അട്രാക്റ്റ് ആയി പോകും. അപ്പം പഠിത്തത്തെ വെറുക്കും നമ്മളിങ്ങനെ പിടിച്ചിരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മോണ്ടിസോറി വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് കുട്ടികളെ അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഒരു ബൗണ്ടറി വെച്ചിട്ട് ഫ്രീഡം കൊടുത്തിട്ടാണ് അവരെ
ആ ഒരു നമ്മുടെ ക്ലാസ് റൂമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് മോണ്ടിസോറിയിലൂടെ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആയാലും ടോയ്സ് ആയാലും എല്ലാം കുട്ടികളുടെ ഹൈറ്റ് ലെവൽ അനുസരിച്ച് ഷെൽഫിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ട്രഡീഷണൽ സ്കൂളുകളിൽ എപ്പോഴും അടക്കിയിരുത്തുന്ന സമയത്ത് കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എണീറ്റ് ചാടണം അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാതെ പിന്നെ അവർ പരാക്രമശാലികളായിട്ട് ബെഞ്ചിൻ്റെ മുകളിലും ജനലിലൊക്കെ ചാടിക്കയറി അങ്ങനെ ഒരു നോട്ടി ബിഹേവിയർ അവർക്ക് ഉണ്ടാക്കുന്ന, സത്യം പറഞ്ഞാൽ നമ്മളുടെ അങ്ങോട്ടുള്ള അപ്രോച്ചിലൂടെയാണ് വരുന്നത്. പക്ഷേ അവരെ ഫ്രീ ആയിട്ട് നമ്മൾ വിടുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അവർ കേൾക്കുവാനും അതൊക്കെ മനസ്സിലാക്കുവാനും അവരുടെ ശ്രദ്ധ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലായിട്ട് തനിയെ മാറിക്കോളും. അപ്പോൾ നമ്മൾ ആ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ് നമ്മൾ അവർക്ക് പഠിക്കേണ്ടതൊക്കെ സെറ്റ് ചെയ്ത് ആ ക്ലാസ് റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് എക്സ്പ്ലോർ ചെയ്ത് പഠിച്ചോളും. അപ്പോൾ ഇതാണ് മോണ്ടിസോറിയും ട്രഡീഷണൽ മെത്തേഡ് തമ്മിലുള്ളൊരു വ്യത്യാസം. നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതല്ല, കുട്ടികൾ അവരുടെ രീതിയിൽ വിട്ടുകൊണ്ട് കളിയിലൂടെയും പല അപ്രോച്ചുകളിലൂടെയും പഠിപ്പിക്കുന്നതാണ് മോണ്ടിസോറി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകളും ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ മനസ്സിലൊതുക്കി, എന്നാൽ അതൊന്നും സാധിക്കാൻ കഴിയാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പലരുടെയും ഏജൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കൊരു PSC പോലുള്ള എക്സാംസ് ഒന്നും എഴുതാൻ കഴിയാത്ത അവസ്ഥയിലോ എത്തിയിട്ടുണ്ട്. അവരുടെ ഏജൊക്കെ കഴിഞ്ഞു പോകാം. പലരും ഇങ്ങനെ ചിന്തിക്കും, മക്കൾ കുറച്ച് വളർന്നിട്ട് അടുത്ത് പഠിക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് വീട്ടിനകത്ത് തന്നെ ആയിപ്പോയി ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് ഒരു 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സ് കഴിഞ്ഞു, എക്സാം എഴുതി, ഇൻ്റർവ്യൂ CV ഒക്കെ പ്രിപ്പയർ ചെയ്തു. CV പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എല്ലാം നമുക്ക് എൻട്രി പറഞ്ഞു തന്നു പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ CV നമ്മുടെ മെൻറ്റേഴ്സ് തന്നെ പറഞ്ഞ സ്കൂളുകളിലൊക്കെ CV കൊടുത്തായിരുന്നു. അവിടെ നിന്ന് എല്ലാം വിളിച്ചു പോയി, എല്ലാ ഇൻ്റർവ്യൂസിനും അറ്റൻഡ് ചെയ്തു. അതിൽ ഞാനൊരു ബെസ്റ്റ് സ്കൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു 1 ഇയർ കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പ്രായം ചെന്ന് അല്ലെങ്കിൽ ഇനിയൊരു എക്സാം എഴുതി ജോലി നേടാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫൊക്കെ പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്ക് ഇതൊരു നല്ല അവസരമാണ്. വളരെയധികം 10ാം ക്ലാസ് കഴിഞ്ഞവർക്കാണെങ്കിൽ ഡിപ്ലോമ കോഴ്സുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ അവർക്ക് PG കോഴ്സും ചെയ്യാം. അപ്പോൾ ഇത് ഒരു 1 ഇയർ കൊണ്ട് തന്നെ നിങ്ങൾക്കിത് സാധിച്ചെടുക്കാൻ കഴിയും. വീട്ടിൽ ഓൺലൈനായിട്ട് കഴിയുന്നതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. എല്ലാം നല്ല കംഫർട്ടായിട്ട് തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഏജ് ലിമിറ്റ്, അതായത് മോണ്ടിസോറി ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് ഏജൊന്നും ഇല്ല, ഏത് പ്രായക്കാർക്കും ഒരു മോണ്ടിസോറി ടീച്ചറാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ ഒരു ജോലി ഉറപ്പായി നേടിയെടുക്കാൻ കഴിയും. അതുമാത്രമല്ല, കോൺഫിഡൻസ് ലെവലൊക്കെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഇതിനകത്തുള്ള ഒരുപാട് സെഷൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്കൊരു സ്കൂളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ടീച്ചറാകണമെന്നും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നും അതുപോലെ ഒരു സ്ഥാപനം തുടങ്ങണമെന്നും ഒരു ഓൺട്രപ്രണർ ആകണമെന്നും അല്ലെങ്കിൽ വീട്ടിൽ അടഞ്ഞു പോയി എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ മോണ്ടിസോറി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ മോണ്ടിസോറി കോഴ്സിൽ പുതുതായി കടന്നു വരുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.